കനത്ത മഴ തുടരുന്ന ഇടുക്കി മൂന്നാറിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണു. ദേവികുളം സ്വദേശി വിൽസന്റെ വീട് ഭാഗികമായി തകർന്നു. ദേവികുളത്ത് നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, വിവരങ്ങൾ. മൂന്നാർ ദേവികുളം കോളനിയിൽ വിൽസന്റെ വീടിന് മുകളിലേക്ക് ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീഴുന്നത്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ആ സമയം വീട്ടിലുണ്ടായിരുന്നത് വിൽസന്റെ ഭാര്യയും മകളുമായിരുന്നു. അടുക്കളയിൽ കൊച്ചിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. കൊച്ചു ബാത്റൂമിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ പുറത്ത് ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് മുകളിൽ നിന്ന് മൊത്തം ഈ ഗവൺമെൻറ് കെട്ടിയിരുന്ന കെട്ടിടം മൊത്തം കല്ല് മൊത്തം വീട്ടിലേക്ക് അകത്ത് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്ത് ഇറങ്ങിപ്പോയി. ആ സമയം നമുക്ക് പവർ ഇല്ലായിരുന്നു, ഭയങ്കര കാറ്റും മളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ട് പുറത്ത് പോയി. അവിടെ നമ്മൾ വിളിച്ച് പറയാൻ ഇവിടെ ആരും അടുത്തും ഇല്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഇടിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് ബാക്കി കെട്ടുവരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് മാറി താമസിക്കുക? ക്യാമ്പിലേക്കൊക്കെ മാറുമോ? ക്യാമ്പിലോട്ട് മാറും, അല്ലെങ്കിൽ ഇത് റിലേഷൻ്റെ വീട്ടിലോട്ടോ അവിടെ എവിടെയെങ്കിലും മാറി താമസിക്കും. അധികൃതരൊക്കെ വന്ന് എന്താണ് പറഞ്ഞത്? കണ്ടിട്ട് പോയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ കെട്ടാൻ ഇത് റോഡിൻ്റെ സൈഡ് പിറ്റ കലങ്ങ് കെട്ടിടമാണ്. അപ്പോൾ അത് ഈ വെള്ളം നല്ല മഴയായതുകൊണ്ട് സൈഡ് വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ മൊത്തം കെട്ടും താഴെ ഇറങ്ങി. വീടിൻ്റെ മോശം മൊത്തം കലങ്ങ് കള്ള. ഇവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അപകടമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പുറത്തെ എവിടെയെങ്കിലും മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. ഇപ്പോഴും വരും, എവിടെയും കുറച്ച് ഇനി ബാലൻസും കൂടി ഉണ്ട് കല്ലുകൾ. എന്തായാലും ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ വീടിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ, ഈ ഹാളിലേക്കാണ് കല്ലിടിഞ്ഞ് വീണത്. അതിനുശേഷം ഈ അടുക്കള ഭാഗത്തും പൂർണ്ണമായിട്ടും കരിങ്കൽ കെട്ട് അത് പൂർണ്ണമായിട്ടും അതിങ്ങോട്ടേക്ക് പതിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഒരുപാട് നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് ഭാഗികമായി തന്നെ തകർന്നു എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലാണ്. ഈ അപകടാവസ്ഥയിലാണ് വീണ്ടും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് കരിങ്കൽ കെട്ടും ഉള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഇതുപോലുള്ള കെട്ടുകൾ ഇടിയാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ഇവരെന്തായാലും ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുവീട്ടിലേക്കോ ഉടൻ തന്നെ മാറാൻ വേണ്ടിയുള്ള തീരുമാനം ആണ് നിലവിൽ എടുത്തിട്ടുള്ളത്. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.